ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, ഓപ്പറേഷൻ റിസർച്ച്, അതേപോലെ മാനേജ്മെന്റ് സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ നമുക്ക് പഠിക്കാനുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ട്, തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ തിയറി ചാപ്റ്റർ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അത് നിർബന്ധമായിട്ടും വാച്ച് ചെയ്തതിന് ശേഷം ഈ ക്ലാസ് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട് കുറെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരുന്നത് പ്രോഫിറ്റ്, അതേപോലെ ഇൻകം അല്ലെങ്കിൽ ഗെയിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടെത്താൻ പറയുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് എന്താണ്? മാക്സിമൈസ് Z എന്നുള്ളതാണ്. ഓക്കെ, അതായത് Z എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ള അർത്ഥമാക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാക്സിമൈസ് Z എന്നാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ആണ് തരുന്നതെങ്കിൽ അവിടെ നമ്മൾ മിനിമൈസ് എന്നാണ് പറയുക. ഓക്കെ, മിനിമൈസ് Z എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ തിയററ്റിക്കലി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകണമെന്നില്ല. നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് മനസ്സിലായിക്കൊള്ളും. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കാണിക്കേണ്ടത്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? കുറവാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ കുറവാണ് വരുന്നത്, മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് ഒരു L ഷേപ്പ്, ലെസ് ദാൻ എന്ന് പറയുന്ന ഒരു L ഷേപ്പ് മോഡൽ കണ്ടാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളെ ഇഷ്ടം ഏത് രീതിയിൽ കണ്ടെത്തുമെന്നുള്ള. അപ്പൊ ലെസ് ദാനും അതേപോലെ ഗ്രേറ്റർ ദാനും മാറിപ്പോകുന്നതിന് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ലെസ് ദാൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ കാണിക്കുന്നത് എപ്പോഴാണ്? നോട്ട് മോർ ദാൻ എന്ന് പറയുന്നു. ഇപ്പൊ 40 കൂടുതലല്ല എന്ന് പറയുന്നു. ഇപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് 40-നേക്കാളും കൂടാൻ പാടില്ല എന്ന് പറയുന്നു. നോട്ട് മോർ ദാൻ. അല്ലെങ്കിൽ അവൈലബിൾ അവേഴ്സ്, ഇപ്പൊ മെഷീൻ അവേഴ്സ് അവൈലബിൾ ഇത്രയാണെന്ന് തരുന്നു, അവൈലബിൾ ടൈം തരുന്നു, അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് തരുന്നു. ഇങ്ങനെയൊക്കെ തരുന്ന കേസിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് മാക്സിമൈസ് എന്ന് നമ്മൾ കാണിക്കുന്നത് എപ്പോഴാണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഗെയിൻ വരുന്ന സമയത്താണ്. കോസ്റ്റ് വരുന്ന സമയത്ത് മിനിമൈസ് ആണ് കാണിക്കുക. ഇനി ലെസ് ദാനും അതേപോലെ ഗ്രേറ്റർ ദാൻ എന്ന് കാണിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഒരു LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തെ വരുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളത് ഏതൊക്കെയാണ്? മാക്സിമൈസ് Z ഒന്നുകിൽ അതായിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ് Z എന്നുള്ളതായിരിക്കും. അപ്പൊ ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു രണ്ട് പ്രൊഡക്റ്റ് ആണ് തരുന്നതെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ X1 ആയിട്ട് എടുക്കും, മറ്റൊരു പ്രൊഡക്റ്റിനെ എന്തായിട്ട് എടുക്കും? X2 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് A എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് തരുന്നത് നിങ്ങൾക്ക് ഒരു 300 ആണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക? 300 X1 പ്ലസ് ഇനി X2യുടെ പ്രോഫിറ്റ് നമ്മൾ എത്രയായിരുന്നു? 200 ആണ് തരുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? 200 X2 എന്ന് കാണിക്കും. അപ്പൊ ഇവിടെ മാക്സിമൈസ് Z എന്ന് പറയുന്നത് ഇതാണ്, 300 X1 പ്ലസ് 200 X2 എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വരുന്നത്. ഇനി മിനിമൈസ് ആണെങ്കിൽ മിനിമൈസ്, അത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ആണ് തരുന്നതെങ്കിൽ മിനിമൈസ് Z എന്നാണ് കാണിക്കേണ്ടത്. ഇനി അടുത്ത കാണിക്കുന്നത് നമ്മൾ കൺസ്ട്രെയിൻസ് ആണ്. നിങ്ങളെ ക്വസ്റ്റ്യനിൽ എത്രയാണോ കൺസ്ട്രെയിൻസ് തരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സബ്ജക്ട് ടു എന്നും പറഞ്ഞുകൊണ്ട് കൺസ്ട്രെയിൻസ് കാണിക്കണം. ഇപ്പൊ മെറ്റീരിയൽ, ലേബർ, അതേപോലെ മെഷീൻ ടൈം, ഇങ്ങനെയുള്ള പല കൺസ്ട്രെയിൻസും തരും. ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല ഫാക്ടറുകളും. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ കൺസ്ട്രെയിൻസുകളെ എന്ത് ചെയ്യാണ്? നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തത് നെക്സ്റ്റ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് തരുന്നത് ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന ഐറ്റം ആണ്. ഇപ്പൊ മെറ്റീരിയൽ തരുന്നത് പ്രൊഡക്റ്റ് 1, അതായത് പ്രൊഡക്റ്റ് A എന്ന് പറയുന്നത് മെറ്റീരിയൽ വരേണ്ടത് 2 ആണ്. ഇനി പ്രൊഡക്റ്റ് B എന്ന് പറയുന്നത് 3 ആണെന്ന് നോക്കാം. പ്രൊഡക്റ്റ് A എന്ന് പറയുന്നത് നമ്മൾ X1 ആയിട്ട് എടുക്കുന്നു, പ്രൊഡക്റ്റ് B X2 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2x1 പ്ലസ് അതേപോലെ 3x2
ഓക്കെ, ഇനി ഇതിന് നിങ്ങളോട് പറയുന്നു ടോട്ടൽ മെറ്റീരിയൽ അവൈലബിൾ ഈസ് എന്താണ് 10 ആണ് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെറ്റീരിയൽ അവൈലബിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞില്ല അവൈലബിൾ ടൈം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അവൈലബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് എത്രയാണോ ക്വസ്റ്റനിൽ തരുന്നത് അത്രയും കൺസ്ട്രെയിൻസിന്റെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൺസ്ട്രെയിൻസ് കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് മൂന്നാമത് കാണിക്കേണ്ടത് നമ്മൾ നോൺ നെഗറ്റീവ് വേരിയബിൾ ആണ്. അതായത് നോൺ നെഗറ്റീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺനോൺ വേരിയബിൾ x1 ഉം x2 ആണ് അൺനോൺ വേരിയബിൾ. ഈ അൺനോൺ വേരിയബിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0യിൽ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ, x1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതേപോലെ തന്നെ x2 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് എല്ലാ സമയത്തും നമ്മൾ ഇതേ രീതിയിലാണ് കാണിക്കുന്നത്. നോൺ നെഗറ്റീവ് വേരിയബിൾ, അതായത് നമുക്ക് കണ്ടെത്തേണ്ട അൺനോൺ വേരിയബിളിനെ നമ്മൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോർമുലേഷൻ ഓഫ് LPP നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അത് മാത്തമാറ്റിക്കൽ മോഡൽ, ഫോർമുലേറ്റ് മാത്തമാറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലും ഓപ്പറേഷൻ റിസർച്ചിലും അതേപോലെ മാനേജ്മെന്റ് സയൻസിലും ഒക്കെ പഠിക്കുന്ന മറ്റുള്ള എല്ലാ പ്രോബ്ലത്തിനേക്കാളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് LPP എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് മനസ്സിലാകും. ജസ്റ്റ് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: X Limited produces two products P1 and P2 which are sold at a profit of rupees 400 and 600. അതായത് P1 സെയിൽ ചെയ്യുന്നത് 400-നും P2 സെയിൽ ചെയ്യുന്നത് 600-നുമാണ്. The raw materials, labor and machines used for manufacturing these two products are same and the per unit requirements of these resources for producing these two products are as follows. Material costing at rupees 10 per kilogram. P1 ന് വരുന്നത് 3 kilogram ആണ്, P2 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത് 4 kilogram ആണ്. ഇനി skilled labor costing at rupees 70 per kilogram. P1 ന് വരുന്നത് 2 hours ഉം P2 ന് വരുന്നത് എത്രയാണ്? 5 hours ആണ്. മെഷീൻ ടൈം കോസ്റ്റിംഗ് അറ്റ് rupees 20 per hour. P1 ന് വരുന്നത് 4 hours ആണ്, P2 ന് വരുന്നത് 6 hours ആണ്. ഇനി ദി മാക്സിമം അവൈലബിൾ റിസോഴ്സസ്, മാക്സിമം അവൈലബിൾ റിസോഴ്സസ് അതായത് കൺസ്ട്രെയിൻസ് ആണ്. റിസോഴ്സിന്റെ മാക്സിമം അവൈലബിലിറ്റി ഓക്കെ ഇതാണ് സ്കെയിൽസ് ഇൻ നാച്ചുറൽ മെറ്റീരിയൽ 48 കിലോഗ്രാം ആണ്. മെറ്റീരിയൽ 48 കിലോഗ്രാം ആണ്. അതായത് മാക്സിമം അവൈലബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണിക്കുക എങ്ങനെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കാണിക്കുക. ഓക്കെ, ലേബർ 40 hours ആണ്. ഇനി ഡ്യൂ ടു ഹൈ സെറ്റപ്പ് കോസ്റ്റ് മെഷീൻ ആർ ടു ബി ഓപ്പറേറ്റഡ് അറ്റ്ലീസ്റ്റ് 24 hours. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നുള്ളതാണ്. ഇപ്പോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ് അതിന് നമ്മൾ സൈൻ കാണിക്കുക. ഓക്കെ, ഫോർമുലേറ്റ് LPP എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിനെ ഒരു ടേബിളിലേക്ക് മാറ്റി കൊടുക്കുന്നു, തന്നിരിക്കുന്ന വാല്യൂസിനെ. അങ്ങനെ ടേബിൾ വരച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ടേബിൾ വരക്കുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 പ്രൊഡക്റ്റുകളാണ്. അപ്പൊ 2 പ്രൊഡക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിക്കുന്നു. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മേലെ കൊടുത്തുകൊണ്ട് P1 എന്നുള്ള ഒരു പ്രൊഡക്റ്റ്, അതിന് നമ്മൾ X1 എന്ന് സൂചിപ്പിക്കും. ഓക്കെ, ഇവിടെ ലീനിയർ പ്രോഗ്രാമിംഗിൽ നമ്മൾ X1 X2 എന്നാണ് സൂചിപ്പിക്കുക. P2 എന്നത് X2 എന്ന് സൂചിപ്പിക്കും. പ്രൊഡക്റ്റ് 2 നമ്മൾ X2 എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ട 2 അൺനോൺസ് ഏതൊക്കെയാണ്? X1 ഉം X2 ആണ്. ഇനി ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ കാണിക്കുന്നത് റിസോഴ്സസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ്? മെറ്റീരിയലി, അതേപോലെ ലേബർ, മറ്റൊന്ന് വരുന്നത് എന്താണ്? മെഷീൻ ടൈം. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ അവൈലബിൾ ആണ് നമ്മൾ കാണിക്കുന്നത്. ടോട്ടൽ അവൈലബിൾ പ്രൊഡക്റ്റ് 1, ഒന്നാമത്തെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മെറ്റീരിയൽ വേണ്ടത് എത്രയാണ്? 3 kilogram ആണ് വേണ്ടത്. ഇനി പ്രൊഡക്റ്റ് 2 വേണ്ടത് എത്രയാണ്? 4 kilogram ആണ് വേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലേബർ വേണ്ടത്. പ്രൊഡക്റ്റ് 1ന്റെ കേസിൽ ലേബർ അവേഴ്സ് 2 hours ആണ്, പ്രൊഡക്റ്റ് 2ന്റെ കേസിൽ 5 hours ആണ്. ഓക്കെ, ഇനി മെഷീൻ ടൈം പ്രൊഡക്റ്റ് 1ന്റെ കേസിൽ എത്രയാണ്? 4 hours ആണ്, പ്രൊഡക്റ്റ് 2ന്റെ കേസിൽ എത്രയാണ്? 6 hours ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക,
മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോട്ടൽ അവൈലബിൾ എത്രയാണ് 48 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 48 കാണിക്കുന്നു. ഇനി ലേബർ എന്ന് പറയുന്നത് 40 hours ആണ്. അപ്പൊ ലേബറിന്റെ കോളത്തിൽ ടോട്ടലി 40. ഇനി ഇവിടെ മെഷീൻ ടൈം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് 24 hours ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് 24 കാണിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടോട്ടലി പ്രോഫിറ്റ് കാണിക്കുന്നു. അതായത് പ്രൊഡക്റ്റ് 1ന്റെ പ്രോഫിറ്റ് എത്രയാണ് 400 ആണ്. പ്രൊഡക്റ്റ് 2ന്റെ പ്രോഫിറ്റ് എത്രയാണ് 600 ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ വൈസ് ആയിട്ട് മാറ്റി കൊടുക്കുന്നു. സിമ്പിൾ ആണ്, കൊടുത്തത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് 2 പ്രൊഡക്റ്റുകളാണുള്ളത്, അത് നമ്മൾ മുകളിൽ കൊടുക്കുന്നു. X1 X2 നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണോ അതാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്ന ഹെഡിങ് ആയിട്ട് P1 P2. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കോളം കൊടുക്കുന്നത് എന്താണ് കൺസ്ട്രെയിൻസുകളാണ്. മെറ്റീരിയൽ, ലേബർ, മെഷീൻ ടൈം ആണ് ഇവിടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ LPP മോഡൽ കൺസ്ട്രക്ട് ചെയ്യാണ്. മാത്തമെറ്റിക്കൽ മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണിക്കണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്, ഒന്നുകിൽ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ്. ഇവിടെ മാക്സിമൈസ് ആണ് വരിക, കാരണം എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആവുമ്പോൾ അത് മാക്സിമൈസ് ചെയ്യണം, കോസ്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. അപ്പൊ മാക്സിമൈസ് എന്താണ്? Z എന്നുള്ളതാണ്. മാക്സിമൈസ് Z എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. Z എന്ന് പറയുന്നത് ടോട്ടലിനെ സൂചിപ്പിക്കുന്നതാണ്. ഈസ് ഈക്വൽ ടു മാക്സിമൈസ് Z. അതായത് ഇവിടെ നോക്കുക, പ്രൊഡക്റ്റ് 1ന്റെ പ്രോഫിറ്റ് എത്രയാണ് 400 ആണ് ഇൻറ്റു X1. ഓക്കെ, 400 ഇൻറ്റു X1 പ്ലസ് പ്രൊഡക്റ്റ് 2ന്റെ പ്രോഫിറ്റ് എത്രയാണ് 600 ആണ്. 600 ഇൻറ്റു X2. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 400 X1 പ്ലസ് 600 X2 എന്ന് കിട്ടും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി സബ്ജക്റ്റ് 2. സബ്ജക്റ്റ് 2 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, മെഷീൻ ടൈം. ഇപ്പൊ മെറ്റീരിയലിന്റെ കേസിൽ പ്രൊഡക്റ്റ് 1ന് വരുന്നത് 3 കിലോഗ്രാം ആണ്. അതായത് 3 ഇൻറ്റു X1. നമ്മൾ പ്രൊഡക്റ്റ് 1ന് X1 എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്ലസ് പ്രൊഡക്റ്റ് 2ന് വരുന്നത് എത്രയാണ് 4 കിലോഗ്രാം ആണ്. അപ്പൊ 4 ഇൻറ്റു X2. ഇനി 48 ആണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എന്ത്? 48. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് 48 എന്ന് പറഞ്ഞാൽ 48ഓ അല്ലെങ്കിൽ അതിൽ കുറവോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലേബർ ആണ്. ലേബറിന്റെ X1ൽ വരുന്നത് 2X1 പ്ലസ് ഇവിടെ P2 പ്രൊഡക്റ്റ് 2ൽ X2 വരുന്നത് എത്രയാണ് 5 ആണ്. 5 ഇൻറ്റു X2 എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. ഇവിടെയും അവൈലബിൾ എന്ന് ആണ് തന്നത് 40 hours. ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? 40 എന്ന് വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കൺസ്ട്രെയിൻ ആയി. ഇനി മൂന്നാമത്തെ എന്താണ്? മെഷീൻ ടൈം ആണ്. അതായത് 4 ആണ് വരുന്നത് ഏതിൽ? പ്രൊഡക്റ്റ് 1ല് ഇൻറ്റു X1 പ്ലസ് ഇനി പ്രൊഡക്റ്റ് 2ൽ വരുന്നത് 6 ആണ്. ഇപ്പൊ 6 ഇൻറ്റു എന്ത് വരും? X2. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത്. അപ്പൊ ഇവിടെ സൈൻ ആ രീതിയിൽ കൊടുക്കുക 24. അപ്പൊ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണ്. 3X1 പ്ലസ് 4X2 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48. 2X1 പ്ലസ് 5X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. 4X1 പ്ലസ് 6X2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് കിട്ടുന്നത്. ഇനി ഇവിടെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ കാണിച്ചു. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ കൊടുക്കുക, രണ്ടാമത്തത് കൺസ്ട്രെയിൻസ് കൊടുക്കുക, അതാണ് സബ്ജക്റ്റ് 2 എന്ന് കൊടുത്തത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് എന്താണ്? നോൺ നെഗറ്റീവ് വേരിയബിൾ ഏതിലാണ്? അതായത് ഇവിടെ X1 X2 രണ്ട് അൺനോൺ വേരിയബിൾ ആണുള്ളത്. നോൺ നെഗറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താവരുത്? 0ൽ കൂടുതൽ മാത്രമേ ആകാൻ പാടുള്ളൂ, കുറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അൺനോൺ വേരിയബിൾ. അതായത് X1 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. അതേപോലെ തന്നെ X2 എന്താകണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒരു LPP മോഡൽ അല്ലെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ കൊടുക്കുന്ന സമയത്ത് കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് 3 ടൈപ്സ് ഓഫ് ക്ലോത്ത്. ഓക്കെ, ഇവിടെ 3 പ്രൊഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സേ A, B ആൻഡ് C. ഫോർ വിച്ച് 3 kinds ഓഫ് wool ആർ റിക്വയർഡ്. റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പൊ 3 കൺസ്ട്രെയിൻസ് ആണ്, 3 മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. 1 unit length of type A cloth needs 2 yards of red wool, 3 yards of blue wool. ഇനി 1 unit length of type B cloth needs 3 yards of red wool, 2 yards of green wool and 2 yards of blue wool.
1 unit of type C cloth needs 5 yards of green wool, 4 yards of blue wool. The firm has only a stock of 8 yards of red wool, 10 yards of green wool, 15 yards of blue wool. Okay, it is assumed that the income obtained from 1 unit length of type A cloth is rupees 3, of type B cloth is rupees 5, and type C cloth is rupees 4. Formulate a mathematical model. Okay, അപ്പൊ ഇവിടെ തന്നത് എന്താണ്? ഇൻകം ഒബ്റ്റെയിൻഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇൻകം ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ട എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, മാക്സിമൈസ് എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു ആണ് കാണേണ്ടത്. ഓക്കെ, ഇനി കോസ്റ്റ് ആണെങ്കിൽ അവിടെ മിനിമൈസ് ആയിരുന്നു കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ജസ്റ്റ് ടേബിൾ വൈസ് ആയിട്ട് കാണിക്കാം. തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് ടേബിളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മെറ്റീരിയൽസ് ആണ് ഒന്നാമത് തന്നത്. അതായത് മെറ്റീരിയൽസ് 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഗ്രീന്, റെഡ്, ബ്ലൂ. 3 ക്ലോത്തുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് എ, അതേപോലെ ബി, അതേപോലെ സി. ഓക്കെ, 3 എണ്ണമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ x1, x2, x3 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. x1, x2, x3. ഓക്കെ, അപ്പൊ നേരത്തെ 2 എണ്ണമായിരുന്നു പ്രൊഡക്റ്റ്, ഇവിടെ 3 എണ്ണം ഈ ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് കോളത്തിൽ നമ്മൾ മാക്സിമം അവൈലബിലിറ്റി കാണിക്കുന്നു. എത്രയാണ് മാക്സിമം അവൈലബിലിറ്റി വരുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഇനി മെറ്റീരിയൽ വരുന്നത് ഏതൊക്കെയാണ്? റെഡ് വൂള്, ദെൻ നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ വരുന്നത് ഏതൊക്കെയാണ്? റെഡ്, ദെൻ ഗ്രീൻ വൂള്. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ്. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മുടെ കോളത്തിൽ ജസ്റ്റ് കൊടുക്കുന്നു പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന ക്ലോത്ത് 1 യൂണിറ്റ് ഓഫ് ടൈപ്പ് എ ക്ലോത്ത്, അതാണ് പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത്. നീഡ്സ് 2 yards ഓഫ് റെഡ് വൂൾ. റെഡ് വൂൾ എത്ര വേണം? 2 yards വേണം. ഇനി അതേപോലെ തന്നെ 3 yards ഓഫ് ബ്ലൂ വൂൾ. ബ്ലൂ വൂള് എത്ര വരണം? 3 വരണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഗ്രീൻ വൂള് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ 2 എണ്ണമാണ് വരുന്നത്, റെഡും അതേപോലെ തന്നെ ബ്ലൂ മാത്രമാണ് വരുന്നത്. ഇനി അടുത്ത് 1 യൂണിറ്റ് ഓഫ് ലെങ്ത് ഓഫ് ടൈപ്പ് ബി ക്ലോത്ത്. ബി ക്ലോത്തിന് ആവശ്യമായിട്ട് വരുന്നതോ 3 yards ഓഫ് റെഡ്. റെഡ് എത്ര വരണം? 3 വരണം. ഇനി 2 yards ഓഫ് ഗ്രീൻ. 2 yards ഓഫ് ഗ്രീന് ആൻഡ് 2 yards ഓഫ് ബ്ലൂ. ഓക്കെ, ഇനി അടുത്തത് 1 യൂണിറ്റ് ഓഫ് ടൈപ്പ് സി. ടൈപ്പ് സി ക്ലോത്തിന് വരുന്നത് 5 yards ഓഫ് ഗ്രീന്. ഗ്രീൻ എത്ര വരണം? 5 വരണം. ആൻഡ് 4 yards ഓഫ് ബ്ലൂ. 4 yards ഓഫ് ബ്ലൂ വരണം. ഇപ്പൊ റെഡ് ഇല്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ദി ഫേം ഹാസ് ഓൺലി എ സ്റ്റോക്ക് ഓഫ് 8 yards. ഓക്കെ, 8 yards ഓഫ് റെഡ് വൂൾ. റെഡ് വൂളിന്റെ മാക്സിമം അവൈലബിലിറ്റി എത്രയാണ്? 8 ആണ്. 10 yards ഓഫ് ഗ്രീൻ ആണ്. ഗ്രീന് മാക്സിമം എത്രയാണ്? 10 ആണ്. ദെൻ നെക്സ്റ്റ് 15 yards ഓഫ് ബ്ലൂ ആണ്. ബ്ലൂ മാക്സിമം എത്രയാണ് അവൈലബിൾ? 15 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇൻകം ഒബ്റ്റെയിൻഡ് ചെയ്യുന്നത് എത്രയാണ്? ടൈപ്പ് എ ക്ലോത്തിൽ നിന്നും മാക്സിമം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇൻകം എന്ന് പറയുന്നത് 3 ആണ്. ഇനി ടൈപ്പ് ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 5 ആണ്. ഇനി ടൈപ്പ് സിയിൽ നിന്ന് കിട്ടുന്ന എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിന് ഒന്ന് ടേബിൾ വൈസ് ആയിട്ട് മാറ്റി കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മാക്സിമൈസ് സെറ്റ് ആണ് കാണേണ്ടത് എന്ന് പറഞ്ഞു, ഇൻകം ആണ് തന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻകം പ്രൊഡക്റ്റ് എയുടെ ഇൻകം എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ 3x1. ഓക്കെ, 3x1 പ്ലസ് ഇവിടെ പ്രൊഡക്റ്റ് ബിയുടെ എത്രയാണ്? 5 ആണ്. അപ്പൊ 5 into x2 പ്ലസ് ഇനി പ്രൊഡക്റ്റ് സിയുടെ എത്രയാണ്? 4 into x3. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാക്സിമൈസ് z is equal to 3x1 plus 5x2 plus 4x3. ഇനി സബ്ജക്ട് 2. ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. സബ്ജക്ട് 2 എന്ന് പറഞ്ഞ് നമ്മൾ കൺസ്ട്രെയിൻസുകളെ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, 2 എന്താണ് യാർഡ്സ് ആണ് വരുന്നത് എയുടെ കേസിൽ. അപ്പൊ 2x1 പ്ലസ് 3x2 പ്ലസ് ഇവിടെ ഇല്ല, അപ്പൊ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ സിയുടെ വരുന്നില്ല. ഇവിടെ 8 ആണ് മാക്സിമം അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് 8 ആണ്. ഓക്കെ, ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് നമ്മൾ എടുത്തു. ഇനി രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തത് എയില് x1 ഇല്ല, ഇനി x2 ആണുള്ളത്. x2 എത്രയാണ്? 2x2 ആണ്. 2x2 ആണ്. 2 into x2. ഇനി 5 into x3. 5x3. ഓക്കെ, ഇവിടെയും എന്താണ്? മാക്സിമം അവൈലബിലിറ്റി ആണ് എന്നത്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 10 ആണ്.
ഇനി മൂന്നാമത്തേത് ബ്ലൂ ആണ്. ബ്ലൂയുടെ കേസിൽ 3x1 3 into x1 പ്ലസ് ഇനി 2 into x2 പ്ലസ് 4 into x3 4 into x3. ഇവിടെയും അതേപോലെ തന്നെയാണ്, മാക്സിമം അവൈലബിലിറ്റി ആണ് തന്നത്. അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് വരും. ഇനി മൂന്നാമത്തെ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്, നമ്മുടെ അൺനോൺ വേരിയബിളിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇനി x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് എല്ലാ സമയത്തും അൺനോൺ വേരിയബിള് ഈ 0യോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കും എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ മോഡലായി. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ അറിയണം. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.